8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ മൂന്നാമത്തെ ഭാഗം. അതായത് നമ്മൾ 2 ഭാഗങ്ങൾ ചെയ്തു. അപ്പോൾ ഇനി മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം: ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം സ്വതന്ത്രമാക്കുന്നു. ഹൈഡ്രജൻ അയോണുകളാണ് ആസിഡുകളുടെ പൊതുവായ ഗുണങ്ങൾക്ക് അടിസ്ഥാനം. ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ഇനി നമുക്ക് പുളിരുചിക്ക് കാരണമായ ആസിഡുകൾ. സിട്രിക് ആസിഡ് നാരങ്ങ നീരിലാണ് അടങ്ങിയിരിക്കുന്നത്. ലാക്റ്റിക് ആസിഡ് ആണെങ്കിൽ മോര് അഥവാ തൈര്. അസറ്റിക് ആസിഡ് ആണെങ്കിൽ വിനാഗിരി. ടാർട്ടറിക് ആസിഡ് ആണെങ്കിൽ പുളി. അടുത്തത്, ഈ മൂലകത്തിൻ്റെ പ്രധാന ഓക്സൈഡുകൾ ഏതെല്ലാം? കാർബൺ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ആണെങ്കിൽ നൈട്രജൻ ഡൈ ഓക്സൈഡ്, ഫോസ്ഫറസ് ആണെങ്കിൽ ഫോസ്ഫറസ് പെൻറ്റോക്സൈഡ്, സൾഫർ ആണെങ്കിൽ സൾഫർ ട്രൈ ഓക്സൈഡ്. അടുത്തത്, അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ സാധാരണയായി അസറ്റിക് സ്വഭാവം കാണിക്കുന്നു. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നു. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് കാസ്റ്റിക് സോഡയുടെ രാസനാമമാണിത് സോഡിയം ഹൈഡ്രോക്സൈഡ്. അതുപോലെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അറിയപ്പെടുന്നത് മിൽക്ക് ഓഫ് ലൈം എന്നാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അറിയുന്നത് കാസ്റ്റിക് പൊട്ടാഷ്. ഓക്കെ, അടുത്തത്, ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തിൻ്റെ അളവാണ് അതിൻ്റെ താപധാരിത. താപനില വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ജലത്തിൻ്റെ സാന്ദ്രതയിൽ വ്യത്യാസം വരും. സാന്ദ്രത ഏറ്റവും അധികം ആകുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഗ്ലാസിൻ്റെ നിറം ലഭിക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന രാസവസ്തുക്കൾ ഏതൊക്കെ നോക്കാം. കാഡ്മിയം സൾഫേറ്റ് ആണെങ്കിൽ മഞ്ഞ നിറം ഉണ്ടാവും. ഗോൾഡ് ക്ലോറൈഡ് ആണെങ്കിൽ റൂബി റെഡ്. ക്രോമിയം ഓക്സൈഡ് ആണെങ്കിൽ പച്ച നിറമായിരിക്കും ഉണ്ടായിരിക്കുക. കൊബാൾട്ട് ഓക്സൈഡ് ആണെങ്കിൽ നീല നിറം. ഓക്കെ, അടുത്തത്, ചെറു തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും സംയോജിച്ച് വലിയ തന്മാത്രകളായി മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ഇതിന് ഉപയോഗിക്കുന്ന ചെറു തന്മാത്രകളാണ് മോണോമർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ രൂപപ്പെടുന്ന വലിയ തന്മാത്രകളെ പോളിമർ എന്ന് വിളിക്കുന്നു. ഇതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പോളിമർ കെമിസ്ട്രി. ആദ്യത്തെ കൃത്രിമ പോളിമർ ആണ് ബേക്കലൈറ്റ്. അപ്പോൾ ആദ്യത്തെ കൃത്രിമ പോളിമർ ഏതാ ചോദിച്ചെന്ന് പറയണം? ബേക്കലൈറ്റ്. ഓക്കെ, അടുത്തത്, പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് ആരാണ്? ഹെർമൻ സ്റ്റോഡിഞ്ചർ. ആരാണ്? ഹെർമൻ സ്റ്റോഡിഞ്ചർ. പോളിമറുകളുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ പാക്കേജിങ് പോളി എത്തിലീൻ കൊണ്ടാണ് ചെയ്യുന്നത്. ഉയർന്ന താപനിലയിൽ ഉപയോഗിക്കേണ്ട നോൺ സ്റ്റിക്ക് പാചക പാത്രങ്ങൾ പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ. കേബിളുകൾ, പൈപ്പുകൾ പോളി വിനൈൽ ക്ലോറൈഡ്. ബോട്ടിലുകളുടെ നിർമ്മാണം പോളി എത്തിലീൻ ടെറിത്താലൈറ്റ്. അടുത്തത്, പ്രകൃതിദത്ത പോളിമറുകൾ ഏതൊക്കെയാണെന്ന്. സെല്ലുലോസ്, സ്റ്റാർച്ച്, അതുപോലെ നമ്മുടെ സ്വാഭാവിക റബ്ബർ. മനുഷ്യനിർമ്മിത പോളിമറുകൾ ഏതൊക്കെയാണെന്ന്. പോളിത്തീൻ, നൈലോൺ, ബേക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബറുകൾ. ഇനി തെർമോപ്ലാസ്റ്റിക്കുകളും തെർമോപ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിലുള്ള പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കും. എന്നാൽ
തെർമോസൈറ്റുകൾ അഥവാ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ജീവികളെ ചുവന്ന രക്തം ഉള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ അരിസ്റ്റോട്ടിൽ. സസ്യങ്ങളെ മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഔഷധികൾ എന്നിങ്ങനെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് തിയോഫ്രാസ്റ്റസ്. വർഗീകരണ രീതിക്ക് തുടക്കം കുറിച്ചത് ജോൺ റേ ആണ്. അതുപോലെ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുകയും ചെയ്തതും അദ്ദേഹമാണ്. കാൾ ലിനേയസ് ആണ് വിവിധ വർഗീകരണ തലങ്ങൾ ആവിഷ്കരിച്ചത്. 5 കിങ്ഡം വർഗീകരണ രീതി വിശകലനം ചെയ്ത ശാസ്ത്രജ്ഞനാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ. മനുഷ്യൻ്റെ ആരോഗ്യം, രോഗം എന്നിവയുമായി ബന്ധപ്പെട്ട സൂക്ഷ്മാണു സമൂഹങ്ങളെപ്പറ്റി പഠിക്കാൻ 2007 US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആരംഭിച്ച ഒരു ഗവേഷണ സംരംഭമാണ് ഹ്യൂമൻ മൈക്രോബയോ പദ്ധതി. ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സത്യഭാമ ദാസ്. ലോക വൈവിധ്യ ദിനം മെയ് 22. ജീവിച്ചിരിക്കുന്ന ഫോസിലുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് പാതാളത്തവള. ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനകളാണ് WWF, അതുപോലെ IUCN. പ്രകൃതിയിലുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ ഏതൊക്കെ? അത് PSC ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ദേശീയ ഉദ്യാനങ്ങൾ, ഉദാഹരണം ഇരവിക്കുളം സൈലന്റ് വാലി. അതുപോലെ വന്യജീവി സങ്കേതങ്ങൾ, ഉദാഹരണം പെരിയാർ. ബയോഫിയർ റിസർവുകളാണെങ്കിൽ നീലഗിരി. കമ്മ്യൂണിറ്റി റിസർവുകളാണെങ്കിൽ കടലുണ്ടി. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണെങ്കിൽ ഹിമാലയം, പശ്ചിമഘട്ടം. അതുപോലെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള സംരക്ഷണം അഥവാ എക്സിറ്റ് കൺസർവേഷൻ, ഉദാഹരണമാണ് നമ്മുടെ സസ്യ ഉദ്യാനങ്ങൾ, മൃഗശാല, ജീൻ ബാങ്കുകൾ, അക്വേറിയം. അപ്പോൾ നമ്മുടെ ബയോളജി പാർട്ട് കഴിഞ്ഞു. 8ാം ക്ലാസ്സിലെ ബയോളജി കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, താങ്ക് യു.